നമസ്കാരം. പാർലമെന്റിന്റെ പ്രവർത്തനം ഇന്നും പ്രതിപക്ഷം തടസ്സപ്പെടുത്തി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ചയുണ്ടായത് കാരണം പാർലമെന്റിന്റെ പ്രവർത്തനം സുഗമമായി നടന്നു. ഇപ്പോഴിതാ വീണ്ടും പാർലമെന്റ് സ്തംഭിപ്പിക്കുക എന്ന രാഷ്ട്രീയ നയവുമായി കോൺഗ്രസും മറ്റു പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് രാജ്യസഭയിൽ നടന്ന പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ വലിയ വാർത്തയാകുന്നത്. അതായത് രാജ്യസഭ ആരംഭിച്ചയുടൻ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ സഭ നടത്താൻ അനുവദിക്കില്ല എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ബഹളം വയ്ക്കുകയായിരുന്നു. അവരുടെ ആവശ്യം എന്നത് ബീഹാറിൽ നടക്കുന്ന SIR-നെ കുറിച്ച് ചർച്ച ചെയ്യണം, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ അനർഹരായ ആളുകൾ, ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആളുകൾ, അനധികൃത കുടിയേറ്റക്കാർ കടന്നു കയറിയിട്ടുണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ അത്തരമൊരു തീരുമാനമെടുക്കുന്നത്. അതിലൊരു സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. മതിയായ രേഖകളടക്കം കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് അങ്ങനെയൊരു സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 50 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും ഈ പ്രക്രിയയ്ക്ക് ശേഷം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രയധികം അനധികൃത കുടിയേറ്റക്കാർ, മരിച്ചവരുടെ പേരുകൾ ഇതെല്ലാം തന്നെ ഈ വോട്ടർ പട്ടികയിലേക്ക് കടന്നുകൂടിയിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അനധികൃത കുടിയേറ്റക്കാരായിരുന്നു തങ്ങളുടെ വോട്ട് ബാങ്ക് എന്നുറപ്പിക്കുന്ന രീതിയിൽ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ പ്രതിപക്ഷം എതിർക്കുകയാണ്. മഹാരാഷ്ട്രയിലടക്കം വോട്ടർ പട്ടികയിൽ സൂക്ഷ്മ പരിശോധന നടത്തിയില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇപ്പോൾ സൂക്ഷ്മ പരിശോധന നടത്തുന്നതിനെ എതിർക്കുകയാണ്. ഇത് പാർലമെന്റിൽ ഒരു വലിയ ചർച്ചാ വിഷയമാക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള നോട്ടീസുകളെല്ലാം ആകട്ടെ ഭരണപക്ഷം മടക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് സ്തംഭിപ്പിക്കുക എന്നതായിരുന്നു ഇന്നും പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം. നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വയ്ക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതായത് സഭ ചേരുമ്പോൾ തന്നെ ബഹളമുണ്ടാകുന്നു, പിന്നീട് 12 മണിവരെ സഭ നിർത്തുന്നു, 12 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നു, 2 മണിവരെ വീണ്ടും നിർത്തുന്നു, 2 മണിക്ക് വീണ്ടും സമ്മേളിക്കുമ്പോഴും ഈ ബഹളം തന്നെയാണ്. തുടർന്ന് രാജ്യസഭ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തി ഈ സഭ ഇന്നത്തേക്ക് പിരിയുന്നു എന്നാണ് അറിയിച്ചത്. പക്ഷേ അതിനുശേഷം പ്രതിപക്ഷം ഉയർത്തിയ ചില ആരോപണങ്ങളാണ് ഇപ്പോൾ വാർത്തയാകുന്നത്. അത് മറ്റൊന്നുമല്ല, അതായത് നടുത്തളത്തിലേക്ക് ഇറങ്ങി സമരം ചെയ്യുന്നതിൽ നിന്നും കമാൻഡോകൾ ഞങ്ങളെ തടഞ്ഞു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. CISF-ന്റെ കമാൻഡോകൾ രാജ്യസഭാ നടുത്തളത്തിലേക്ക് വന്നു, പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് പോകുന്നത് തടഞ്ഞു. അങ്ങനെ പ്രതിപക്ഷ അംഗങ്ങളെ നേരിട്ടത് ഇന്ന് CISF ആയിരുന്നു. അത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനാധിപത്യത്തിന് എതിരായിട്ടാണ്, കീഴ്വഴക്കങ്ങൾക്കെതിരായിട്ടാണ് CISF-നെ കൊണ്ട്, പാർലമെന്റിന്റെ സുരക്ഷാ ചുമതലയുള്ള CISF-നെ കൊണ്ട് ജനപ്രതിനിധികളെ നേരിടുന്നത് എന്നൊരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. CISF-ന്റെ കമാൻഡോകൾ ഈ രാജ്യസഭാ ഹാളിൽ പ്രവേശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷാംഗങ്ങളെ നേരിട്ടിട്ടുണ്ടോ എന്നൊന്നും തന്നെ ഒരു ഭരണപക്ഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും എന്ന് ഉറപ്പാണ്. പക്ഷേ ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത് ശരിയാണെങ്കിൽ എന്നത് ഉറപ്പാണ്. കാരണം CISF ഒരിക്കലും ഇത്തരത്തിൽ അംഗങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അത്രമാത്രം സംഘർഷാവസ്ഥ ഉണ്ടായാൽ മാത്രമേ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ CISF ജവാന്മാർ അകത്തേക്ക് കടന്നത്, പ്രതിപക്ഷ നേതാക്കന്മാരെ ഇത്തരത്തിൽ തടഞ്ഞത്? പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് മാത്രമേ CISF-ന്റെ ജവാന്മാർ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു വാദവും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഭരണപക്ഷത്തെ ചില അംഗങ്ങളെല്ലാം അനൗദ്യോഗികമായി പറയുന്നത് അങ്ങനെയൊന്നുമല്ല. ഈ ഹാളിന് ചുറ്റും CISF-ന്റെ കമാൻഡോമാരുണ്ട്, എക്സിറ്റ് എൻട്രി പോയിന്റുകളിലെല്ലാം അവരുണ്ട്. പ്രതിപക്ഷത്ത് മാത്രമല്ല ഭരണപക്ഷത്തുമുണ്ട്. ഇവർ അതിലേതോ ഒരു കമാൻഡോയെ കണ്ടിട്ടാണ് ഇവർ ഈ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും ഭരണപക്ഷം പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ന് നടന്നത് എന്ത്, പ്രതിപക്ഷ പ്രക്ഷോഭത്തിനിടയിൽ ഇന്ന് നടന്നത് എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് സൂചന. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും
മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.